നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഇൻസ്റ്റാഗ്രാം, മൊബൈൽ ഫോൺ എന്നിവയൊക്കെ സുരക്ഷിതമാക്കാൻ നിങ്ങൾ ദിവസം പാസ്വേഡ് ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ ഈ ഡിജിറ്റൽ പാസ്വേഡ് എന്ന സംവിധാനം ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കാൻ കാരണം MIT ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ തന്റെ സഹോദരനോട് തോന്നിയ കടുത്ത അസൂയയും മടിയുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കമ്പ്യൂട്ടർ ലോകം നമ്മളിൽ നിന്ന് മറച്ചു വെച്ച ആ രസകരമായ ചരിത്രവും അതിന് പിന്നിലെ ലോജിക്കും ഒരൊറ്റ മിനിറ്റിൽ ഇതാ. നമുക്കിത് ലോജിക്കലായി ചിന്തിക്കാം. 1960കൾക്ക് മുമ്പ് കമ്പ്യൂട്ടറുകൾ എന്നാൽ ഒരു വലിയ മുറിയുടെ വലിപ്പമുള്ള മെഷീനുകളായിരുന്നു. പ്രശസ്തമായ MIT യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി ഒരൊറ്റ കമ്പ്യൂട്ടർ പങ്കുവെച്ചാണ് ഉപയോഗിച്ചിരുന്നത്. എല്ലാവരുടെയും ഫയലുകൾ ഒരേ ഹാർഡ് ഡിസ്കിൽ ആർക്കും തുറന്നു നോക്കാവുന്ന രീതിയിലാണ് കിടന്നിരുന്നത്. ഫെർണാൻഡോ കോർബറ്റോ എന്ന ഗവേഷകൻ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ദിവസം വെറും 4 മണിക്കൂർ മാത്രമാണ് അനുവാദം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തെ കടുപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ച 3 കാര്യങ്ങൾ ഇതായിരുന്നു. 1. സമയക്കള്ളന്മാർ, അതായത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവരുടെ സമയം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് എഴുന്നേൽക്കാതെ കോർബറ്റോയുടെ സമയം കവർന്നുകൊണ്ടിരുന്നു. 2. ഫയൽ കള്ളന്മാർ, മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഫയൽ രഹസ്യമായി തുറന്നു നോക്കുകയും പല പ്രധാന കോഡുകളും അബദ്ധത്തിൽ മായ്ച്ചു കളയുകയും ചെയ്തു. 3. ആദ്യത്തെ പാസ്വേഡ്. ഈ കടുത്ത ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ 1961 കോർബറ്റോ ഒരു വിദ്യ ഉപയോഗിച്ചു. സ്വന്തം ഫയലുകൾ തുറക്കാൻ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക കോഡ് ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സംവിധാനം അദ്ദേഹം നിർമ്മിച്ചു. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പാസ്വേഡ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഓർക്കുക, ഇന്ന് ലോകം ഭരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയത് വലിയൊരു മിലിറ്ററി പ്ലാനിൽ നിന്നല്ല, മറിച്ച് തന്നെ 4 മണിക്കൂർ സമാധാനം സംരക്ഷിക്കാൻ ഒരു ശാസ്ത്രജ്ഞൻ കാണിച്ച മടിയിൽ നിന്നാണ്. ഡിജിറ്റൽ അൽഗോരിതങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിവരങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കും, എന്നാൽ യഥാർത്ഥ സുരക്ഷ നിങ്ങളുടെ അച്ചടക്കത്തിലാണ്. വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതെ സത്യം തിരിച്ചറിയൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.